ഞാൻ അജു വാരിക്കാട്. ഇന്ന് ലോകത്തെ വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം വെറും തോക്കിലും ബോംബിലും മാത്രമല്ല, അത് ഡാറ്റയിലേക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്കും മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ വാഷിംഗ്ടണിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന 50 രാജ്യങ്ങളുടെ ഒരു സമ്മേളനം ലോക രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്മാർട്ട് ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയ്ക്കുള്ള ഒരു കുത്തക അവസാനിപ്പിക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. പണ്ട് കടൽ മാർഗങ്ങൾ വഴി പിടിച്ചെടുത്തിരുന്ന രാജ്യങ്ങളെയൊക്കെ അങ്ങനെയായിരുന്നു രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ മുൻഗണന ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ഡിജിറ്റൽ ഡിറ്ററൻസ് അഥവാ ഡിജിറ്റൽ പ്രതിരോധം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ചൈനയുമായുള്ള അമേരിക്കയുടെ പുതിയ ഇടപാടുകളെ നാം ഈ കണ്ണിലൂടെ വേണം നോക്കിക്കാണുവാൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ധാതുക്കൾ കിട്ടുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ തന്നെ വലിയൊരു പ്രശ്നമാണ്. ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ പുതിയൊരു ധാരണ പ്രകാരം 2026 നവംബർ വരെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നികുതി ഇല്ലാതെ തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കിട്ടുന്ന സമയം കൊണ്ട് തന്നെ ചൈനയെ ആശ്രയിക്കാതെ മറ്റൊരു വഴി കണ്ടെത്തുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു പ്ലാന്. അതിനായിട്ട് അവർ രൂപീകരിച്ച ഒരു പുതിയ സഖ്യമാണ് പാക്സ് സിലിക്ക. ഈ സഖ്യം വെറും ഒരു കൂട്ടായ്മയല്ല, ഇതൊരു ഡിജിറ്റൽ ഇരുമ്പ് മറയാണ്. ഇന്ത്യ, ഇസ്രായേൽ, ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിലുള്ളത്. ചിപ്പ് നിർമ്മാണത്തിൽ ലോകത്തെ മികച്ച മെഷീനുകൾ കൈവശമുള്ള നെതർലാൻഡ്സും ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI മുന്നിലുള്ള ഇസ്രായേലിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഈ പാക്സ് സിലിക്ക എന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന കാലത്ത് യുദ്ധക്കപ്പലുകളെക്കാൾ പ്രാധാന്യം വലിയ ഡേറ്റാ സെന്ററുകൾക്കായിരിക്കും എന്നാണ് വിലയിരുത്തൽ. ഇന്ന് AI എന്നത് വെറും ഒരു ബിസിനസ് മാത്രമല്ല, അതൊരു രാജ്യത്തിന്റെ കരുത്താണ്. അമേരിക്ക ഈ വർഷം മാത്രം AI മേഖലയിൽ $109 ബില്യൺ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് ചൈനയുടെ കണക്കെടുത്ത് വെച്ച് നോക്കുമ്പോൾ ചൈനയെക്കാട്ടിലും 10 ഇരട്ടി കൂടുതലാണ്. വലിയ ഡേറ്റാ സെന്ററുകൾ നിയന്ത്രിക്കുന്നവർക്ക് ലോകത്തിലെ വിവരങ്ങൾ നിയന്ത്രിക്കുവാനും ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുവാനും സാധിക്കും. ഗാസയിലെ യുദ്ധം പോലെയുള്ള ഈ കാര്യങ്ങളിൽ ഇന്റർനെറ്റിൽ എന്ത് വരണമെന്ന് തീരുമാനിക്കുന്നത് പോലും ഈ സെർവറുകളാണ്. എൻവിഡിയ പോലെയുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന ഭീമമായ ലാഭം അമേരിക്കയുടെ ഈ ഡിജിറ്റൽ കരുത്തിന്റെ ഒരു തെളിവ് ആണ്. ഈ ഒരു വലിയ മാറ്റത്തിൽ ഇന്ത്യക്കും അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയും അമേരിക്കൻ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചകൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഈ സഖ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാകുന്നതും ഇതുകൊണ്ടാണ്. 2047 വികസിത ആകുക എന്ന ഒരു ലക്ഷ്യം ഇന്ത്യക്കുണ്ട്. അതിലേക്ക് നീങ്ങുന്ന ഇന്ത്യ ഒരു പുതിയ ഡിജിറ്റൽ അവരുടെ ഇന്ത്യയുടെ ബജറ്റിൽ പോലും ഡേറ്റാ സെന്ററുകൾക്കും ഡിജിറ്റൽ നിർമ്മാണത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ആൽഗരിതങ്ങൾ യുദ്ധം നയിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു സഹകരണം നമ്മുടെ ഡാറ്റകളുടെ സുരക്ഷത ഉറപ്പാക്കാനും ലോകത്തെ ഡിജിറ്റൽ പവർ ഗെയിമിൽ അമേരിക്കയും ഇന്ത്യയും